ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 24 നെയിം സ്ലിപ്പ് ഒരു A4 ഷീറ്റിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പം സിമ്പിളായ ഒരു നെയിം സ്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടു നോക്കാം. ഇനി നമ്മൾ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇനി നമ്മളിവിടെ A4 ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഈ സെർച്ച് ബാറിൽ A4 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഡോക്യുമെന്റ് A4 ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ആ A4 ഷീറ്റ് നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആ നെയിം സ്ലിപ്പ് നമുക്ക് ഈ A4 ഷീറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മൾ അപ്ലോഡ് ഫയൽസ് ചെയ്യുന്ന ഇമേജ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം നമ്മളിവിടെ ആ ഒരു A4 നെയിം സ്ലിപ്പ് നമ്മളിവിടെ കൊണ്ടുവന്നു. ഇനി നമ്മൾ അതിൻ്റെ സൈസ് കുറച്ച് കൊടുക്കണം. ആ സ്മോൾ ആയിട്ട് കിടക്കുന്ന സർക്കിൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈസ് കുറയും. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ നമ്മൾ എടുക്കാം. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് കാണുന്നില്ലേ, ഡബിൾ പ്ലസ് സിമ്പിൾ കാണുന്നില്ലേ, ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ മതി. പ്ലസ് സിമ്പിളിൽ, അതായത് ഡിലീറ്റ് ഓപ്ഷന് മുന്നേ ഉള്ള പ്ലസ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോപ്പീസ് കിട്ടും. ഇനി നമുക്ക് ആ 3 നെയിം സ്ലിപ്പ് വെച്ച് എങ്ങനെയാണ് A4 ഷീറ്റിൽ ഉൾക്കൊള്ളിക്കാം എന്ന് നോക്കാം. നമ്മൾ ഓരോന്നും ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം. ഓരോന്നിൻ്റെയും സൈസ് നമ്മൾ ചെറുതാക്കി വെച്ചിട്ട് ആ 3 എണ്ണവും ആ ഒരേ റോയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് ഒരുമിച്ച് വെക്കാം. ഇപ്പൊ നമുക്ക് അതിന്റെ ഏകദേശം ഒരു സൈസ് കിട്ടി. അപ്പൊ നമുക്ക് ആ ഒരൊറ്റ ഇമേജ് മാത്രം മതി. ഇനി നമ്മൾ ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ആ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ചിട്ട്. അങ്ങനെ ആ പ്ലസ് സിമ്പിൾ ഉപയോഗിച്ച് നമ്മൾ 2 കോപ്പീസും കൂടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസ് ഉണ്ടാക്കി. ഇനി നമ്മൾ ആ ഒരേ റോയിൽ നമ്മൾ അത് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ 3 നെയിം സ്ലിപ്പ് തന്നെ താഴത്തെ ഓരോ റോസിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടി നമുക്ക് ഈ 3 നെയിം സ്ലിപ്പിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ താഴേന്ന് സെലക്ട് മൾട്ടിപ്പിൾ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടും നമ്മൾ ഓരോ ഇമേജസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ വീണ്ടും ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുമ്പോൾ താഴോട്ട് റോ ആയിട്ട് ആഡ് ചെയ്ത് വരും. അപ്പൊ നമുക്ക് ഒരു A4 ഷീറ്റിൽ 24 നെയിം സ്ലിപ്പ് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നമുക്കിതിന്റെ അറേഞ്ച്മെന്റ്സും അലൈൻമെന്റ്സും അതിന് കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഈ ഫുൾ ഇമേജിനെ ഒരു ഗ്രൂപ്പായിട്ട് സെലക്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഓരോ നെയിം സ്ലിപ്പിനും കോർണേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാം, കുറച്ച് കർവായ രീതിയിൽ. അതിന് വേണ്ടിയിട്ട് കോർണേഴ്സ് ക്ലിക്ക് ചെയ്യുക. കോർണർ സെറ്റ് ആയതിനു ശേഷം നമുക്ക് ഇനി സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്ട്രോക്ക് വെയിറ്റ് 0.2 കൊടുക്കാം. പിന്നെ സ്റ്റൈൽ നമ്മൾ ആ സെക്കൻഡ് കാണുന്ന ലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് ഓരോ നെയിം സ്ലിപ്പും തമ്മിലുള്ള ഒരു സ്പേസ് കാണും. ഈ സ്പേസ് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓരോ നെയിം സ്ലിപ്പും തമ്മിലുള്ള ഒരു സ്പേസ് ഉണ്ടാവും. പിന്നെ നമ്മൾ അലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ സെന്റർ ഓപ്ഷനും കൊടുക്കാം, മിഡിൽ ഓപ്ഷനും കൊടുക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും. കാരണം ഈ നെയിം സ്ലിപ്പിന്റെ എല്ലാ ബോർഡറും തമ്മിൽ കുറച്ച് സ്പേസ് കാണും. അപ്പം പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാം. ഡൗൺലോഡിങ് നമ്മൾ PDF പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ അത് നമ്മുടെ ലേസർ പ്രിന്റ് എടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി PDF പ്രിന്റ് തന്നെ കൊടുക്കണം. അതിനുശേഷം ഇതിവിടെ CMYK ആയിരുന്നു നല്ലത്. പക്ഷെ ഇന്ന് പ്രീമിയം അക്കൗണ്ട് അല്ലാത്തതുകൊണ്ട് നമ്മൾ അവർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തന്നെ കൊടുത്തു. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ഡൗൺലോഡ് ചെയ്യുന്ന PDF പ്രിന്റ് വേണം കൊടുക്കാൻ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ നെയിം സ്ലിപ്പ് റെഡി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്ക് ഫോട്ടോ വെച്ച് തന്നെ നെയിം സ്ലിപ്പ് റെഡിയാക്കാൻ പറ്റും. ഇത് നിങ്ങൾ ലേസർ പ്രിന്റ് എടുത്താൽ മതിയാവും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. താങ്ക് യു.